السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെ എന്ന വിഷയത്തിൽ നാം നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ 59-ാം പ്രസംഗ ദിനമാണ് ഇന്ന്. പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഹിദായത്ത് ലഭിച്ചെങ്കിലോ എന്ന നെയ്യത്തോടുകൂടെ അതിനോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം വ്യക്തവും സത്യവുമായതുകൊണ്ട് അത് ആരുടെ മുന്നിലും സമർപ്പിക്കുക എന്ന ലക്ഷ്യവും കൂടി ഉണ്ടായതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വാദപ്രതിവാദങ്ങൾക്ക് തയ്യാറാകുന്നത്. അങ്ങനെ നടന്നു വന്ന വാദപ്രതിവാദങ്ങളിലൂടെയാണ് നമ്മുടെ പ്രഭാഷണ പരമ്പര ഇപ്പോൾ നീങ്ങുന്നത്. വാദപ്രതിവാദങ്ങളിൽ ശ്രദ്ധേയമായ പലതും നമ്മളിവിടെ വിശദീകരിച്ചു. അതിലെല്ലാം സുന്നി ഭാഗം ഹക്കായതുകൊണ്ട് സുന്നി ഭാഗത്തിന് മാത്രമേ വിജയമുണ്ടായിരുന്നുള്ളൂ. ഒരു വാദപ്രതിവാദത്തിൽ പോലും മറുഭാഗത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയവും അവരുയർത്തിപ്പിടിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സമുദായത്തിന് വിള്ളലുണ്ടാക്കലാണ്. അതൊന്നും പ്രമാണം കൊണ്ട് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇസ്ലാം ഐക്യത്തിൻ്റെ മതമല്ലേ, അതിന് വിള്ളലുണ്ടാക്കാൻ തെളിവുണ്ടാവില്ലല്ലോ. ഏതായാലും വഹാബി ചരിത്രത്തിൽ അവർ പൂർണ്ണമായും എല്ലാ വാദപ്രതിവാദങ്ങളിലും തോറ്റമ്പിയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അപമാനിതരായി തകർന്നടിഞ്ഞ വാദപ്രതിവാദമാണ് 1983 ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകരക്കടുത്ത കൊട്ടപ്പുറത്ത് നടന്ന വാദപ്രതിവാദം. ആ വാദപ്രതിവാദം യഥാർത്ഥത്തിൽ കഴിഞ്ഞ പല വാദപ്രതിവാദങ്ങളും സുന്നി പ്രവർത്തകന്മാരുടെ ശക്തമായ വെല്ലുവിളികൾക്ക് മുമ്പിൽ കീഴൊതുങ്ങിക്കൊണ്ടാണ് അവർ വാദപ്രതിവാദത്തിന് തയ്യാറായതെങ്കിൽ കൊട്ടപ്പുറം വാദപ്രതിവാദം അങ്ങനെയായിരുന്നില്ല. അത് വഹാബികളുടെ വെല്ലുവിളിയെ തുടർന്നുണ്ടായതാണ്. അതിന് കാരണം മഹാനായ E.K. ഹസൻ മുസ്ലിയാർ 1982 ഏപ്രിൽ മാസം 14-ാം തീയതി വഫാത്തായപ്പോൾ വാദപ്രതിവാദ മണ്ഡലങ്ങളിലും ഖണ്ഡന പ്രസംഗ വേദികളിലും സുന്നി സമുദായത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന പടവാളായിരുന്ന E.K. ഹസൻ മുസ്ലിയാർ വഫാത്തായപ്പോൾ ഇനി സുന്നികളുമായി ഒന്ന് ഏറ്റുമുട്ടി നോക്കാം, അവരിൽ അങ്ങനെ ഒരു ശക്തിയുള്ളവർ ഇനി ആരുമില്ല എന്നാണ് അവരുടെ ധാരണപ്പശക്. യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ E.K. ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോയ സമയത്ത് നടത്തിയ വാദപ്രതിവാദത്തിന് വഹാബി ആകെ കൂമ്പടഞ്ഞു പോയതാണ്. എന്നാൽ പിന്നെ നമ്മളൊരു നേതാവ് വഫാത്തായ പ്രയാസവും ആ സമയത്ത് ഒരു മുന്നൊരുക്കത്തിനൊന്നും സമയമില്ലാത്ത രൂപത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കൂല എന്നവർ സ്വാഭാവികമായും തെറ്റിദ്ധരിച്ചു. അവരവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ അവർ നമ്മളെയും കരുതി. ഏതായാലും കെല്ലൂർ മൈദീൻകുട്ടി മുസ്ലിയാർ വഹാബികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൊട്ടപ്പുറത്ത് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം മുഴുമിപ്പിക്കാൻ കഴിയാതെ മൗല മുസ്ലിയാരെ ഒരു വാദപ്രതിവാദം തയ്യാറുണ്ടെങ്കിൽ റെഡിയായി എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം സമ്മർദ്ദം വന്നു. അപ്പോൾ കെല്ലൂർ മൈദീൻകുട്ടി മുസ്ലിയാർ ആലിമീങ്ങളുമായി ആലോചിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അന്ന് വയവ് നിർത്തിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ആലിമീങ്ങളുമായി ആലോചിച്ച് മറുപടി പറയാം. അങ്ങനെ E.K. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള അന്നത്തെ ആലിമീങ്ങളുമായി ഈ കാര്യം കെല്ലൂർ മൈദീൻകുട്ടി മുസ്ലിയാരും കൊട്ടപ്പുറത്തുള്ള സുന്നി സംഘാടകരും ചർച്ച നടത്തിയപ്പോൾ നമുക്ക് വാദപ്രതിവാദം നടത്താം. അങ്ങനെ കരാറുകൾ എഴുതി അവരുമായി പല പ്രാവശ്യവും ഒരുമിച്ച് കൂടി അങ്ങനെ അതിന് വിഷയങ്ങളും തയ്യാറാക്കി.
തവസ്തുൽ ഇസ്തിഗാസയായിരുന്നു ആദ്യത്തെ വിഷയം. 4 ദിവസമാണ് വാദപ്രതിവാദം നിശ്ചയിച്ചിരുന്നത്. അതായത് ഫെബ്രുവരി 953 ഫെബ്രുവരി 1, 2, 3, 4 തീയതികൾ. ആദ്യത്തെ ദിവസം ഇസ്തിഗാസയെ പറ്റി തന്നെ നടത്താം. അത് അരമണിക്കൂർ ഒരു വിഭാഗം നറുക്കിട്ടിട്ട് ആർക്കാണോ കിട്ടിയതെങ്കിൽ അവർ അരമണിക്കൂർ വിഷയം അവതരിപ്പിക്കുക. ശേഷം 2 മിനിറ്റ് ചോദ്യവും 3 മിനിറ്റ് ഉത്തരവുമായി പരിപാടി മുന്നോട്ട് പോവുക. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളെല്ലാം തെളിവിനായി ഉദ്ധരിക്കാം. ഇങ്ങനെയൊക്കെ 2 കൂട്ടരും വ്യവസ്ഥ തയ്യാറാക്കി. അങ്ങനെ ഈ വ്യവസ്ഥകളനുസരിച്ച് വീണ്ടും ചർച്ച നടന്നു. അങ്ങനെ ഇതിൻ്റെ കരാർ അന്തിമമായി എഴുതി. മുജാഹിദ് പക്ഷത്തിൻ്റെ വാദം ഇതായിരുന്നു: മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, കന്യാമറിയമെ അനുഗ്രഹിക്കണമേ, ലാത്തെ സഹായിക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാവുന്നു. അപ്പം ഇതിൽ തന്നെ ഒരു കാര്യം മുജാഹിദ് സമ്മതിക്കുകയാണ്. ഓർക്ക് ഈ ലാത്തിം ഹുസ്സും മഹാത്മാക്കളാണ്, ആരാധ്യനാണ്. ലാത്ത ആരാധ്യനാണ്, ഉസ്സ ആരാധ്യനാണെന്ന് പറയാത്തത് മഹാഭാഗ്യം. ഏതായാലും വഹാബികൾക്ക് ബദരീങ്ങൾ എന്തല്ല മഹാത്മാവല്ല. അതുപോലെ അമ്പിയാക്കൾ, മുസ്ലിങ്ങൾ, സാലിഹ്യങ്ങളൊന്നും മഹാത്മാക്കളല്ല. അവർക്ക് ആകെയുള്ള മഹാത്മാക്കൾ ആരാണ്? ലാത്തി ഉസ്സയാണ്. അതുകൊണ്ട് ആ കരാറിൽ അവർ വ്യക്തമായിട്ട് എഴുതി മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ. അത് മഹാത്മാവല്ല, അത് സുന്നികൾ മഹാത്മാവാണ്, അവരെ മഹാത്മാവല്ല. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ. കേട്ടോ, വേറെ ഒരു മഹാത്മാവ് ഓർക്കാലം കന്യാ മറിയമേ അനുഗ്രഹിക്കണമേ. നമ്മൾ സുന്നികളൊക്കെ അങ്ങനെ കന്യാ മറിയമേ സഹായിക്കണേ എന്ന് നമ്മൾ പറയലുണ്ട്. അപ്പോൾ ഇവരെഴുതാണ് കന്യാ മറിയമേ അനുഗ്രഹിക്കണമേ, ലാത്തെ സഹായിക്കണേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ശിർക്കാവുന്നു. അവരെ വാദം, അവരെഴുതി തന്ന വാദം. നമ്മുടെ വാദം എന്താണ്? നമ്മുടെ വാദം ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ അനുവദനീയമാണ്. ലാത്തെ ഉസ്സയെ എന്ന് വിളിച്ച് സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളുടെ നടപടിയല്ല. എത്ര സമർത്ഥം, എത്ര വ്യക്തം. രണ്ടാമത്തെ മുജാഹിദിൻ്റെ വാദം, അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നത് ശിർക്കാവുന്നു. സുന്നി പക്ഷത്തിൻ്റെ വാദം, അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ എന്നീ മഹാന്മാരെ ഇടയാളനാക്കി അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യുന്നത് അനുവദനീയമാകുന്നു. അതായത് കരാറ് 2 കൂട്ടരും സമ്മതിച്ചു. അങ്ങനെ പ്രതിവാദത്തിൻ്റെ സമയം വന്നു. ചുരുങ്ങിയത് 1,00,000 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഏതായാലും കൊട്ടപ്പുറം ആ പാടം മൊത്തം ജനനിബിഡമായിരുന്നു. ഞാൻ അതിൽ 3 ദിവസവും പങ്കെടുത്ത ആളാണ്. ആദ്യത്തെ സഫ് തന്നെ ഇരുന്ന ആളാണ്. അതുകൊണ്ട് അവിടെ നടന്ന എല്ലാ സംഗതിയും അന്ന് കണ്ണും ഹൃദയവും ബ്രെയിനും എല്ലാം ഒപ്പിയെടുത്ത സംഭവമാണ്. ഞാനിത് പറയുമ്പോഴും എനിക്കതിങ്ങനെ ആ സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിലെ പണ്ഡിതരും പരാപരന്ന് കിടക്കുന്ന പ്രവർത്തകന്മാരുടെ നീണ്ട വിശാലമായ പരപ്പും ഇപ്പോഴും എൻ്റെ കണ്ണിലും ഹൃദയത്തിലും വരുന്നുണ്ട്. ഞാനതിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ 953 ഫെബ്രുവരി 1 ഒന്നാമത്തെ ദിവസം സംവാദം ആരംഭിച്ചപ്പോൾ നറുക്ക് പ്രകാരം CP ഉമർ സല്ലമിക്കാണ് വിഷയം അവതരിപ്പിക്കാൻ സമയം കിട്ടിയത്. അങ്ങനെ അയാൾ അരമണിക്കൂർ അയാളുടെ ന്യായങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അതിലുള്ള ചോദ്യം ഉസ്താദാണ്, സുൽത്താനുൽ ഉലമയാണ് ചോദ്യം. ഈ വാദപ്രതിവാദത്തിൻ്റെ 3 ദിവസവും ചോദ്യവും ഉത്തരവും സുൽത്താനുൽ ഉലമ തന്നെയാണ് നടത്തിയത്. സുൽത്താനുൽ ഉലമ അന്നൊക്കെ നല്ല യുവത്വത്തിൻ്റെ പ്രതീകം അല്ലേ. എന്താ കറുകറുത്ത താടി, ചുവന്നു തൊടുത്ത മുഖം, ഒത്ത ശരീര നീളം. എന്താണ് ആ മനുഷ്യൻ്റെ അന്നത്തെ ഒരു ചുറുക്കും ഒരു ആവേശമൊക്കെ. ശബ്ദോ കനകാംബീര്യം. ശബ്ദത്തിൻ്റെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ശബ്ദമല്ലോ, ഇടിമുഴക്കല്ലേ. അവിടെ അദ്ദേഹം ചോദിച്ചു. ഒന്നാമത് ചോദ്യം തന്നെയാണ്, മൗലവി ഷിർക്കിൻ്റെ നിർവചനം എന്താണ്? നിങ്ങളിപ്പോൾ മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ അനുഗ്രഹിക്കണേ, അങ്ങനെ മഹാന്മാക്കളോട് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലും ഷിർക്കാണ്. ആ കാരണത്താൽ നിങ്ങൾ സുന്നികളെ മുശരിക്കാക്കുകയാണല്ലോ. അതുകൊണ്ട് എന്താണ്
ഈ ഷിർക്ക് എന്നാൽ അതിൻ്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചു. ഏതായാലും മൗലവിക്ക് അതിന് മറുപടി ഇല്ല. മൗലവി ഇങ്ങനെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കാവുന്നത് ഷിർക്ക് എങ്ങനെ അല്ലാതെയാകും, ഷിർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ ആ സ്ഥിരം ശൈലി അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഒരു ശ്വാസത്തിൽ പറയുമ്പോൾ 10 ഷിർക്ക് ഷിർക്ക് ഷിർക്ക്. ഇവിടെ സിമ്പിളാണ്. ഷിർക്ക് എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് മാത്രം മൗലവിക്ക് മറുപടിയില്ല. അങ്ങനെ ആ നിശ്ചിത സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യമായി സുന്നികളെ വിഷയം അവതരിപ്പിക്കുന്നത് മർഹൂം നാട്ടിക മൂസ മുസ്ലിയാരാണ്. നാട്ടിക മൂസ മുസ്ലിയാർ 1/2 മണിക്കൂർ ആ കറക്റ്റിലുള്ള ആ വിഷയം അവിടെ അവതരിപ്പിച്ചപ്പോൾ അതിന് ചോദ്യം ചോദിക്കുന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഉത്തരം പറയുന്നത് എ പി ഉസ്താദാണ്. ഉത്തരാണ് എ പി ഉസ്താദ് പറയുന്നത്. അവർ ചോദിക്കുന്ന എല്ലാ സംഗതിക്കും എ പി ഉസ്താദ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. ദുആ ഇബാദത്താണെന്ന് വിഷയാവതരണത്തിൽ പറഞ്ഞു. എല്ലാ ദുആയും ഇബാദത്താണോ എന്ന് രേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കണം. ഇതായിരുന്നു പിന്നെ ഉസ്താദിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യം. എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് മുജാഹിദ് പക്ഷത്തിൽ നിന്ന് മറുപടി പറയേണ്ടത്. ആദ്യത്തെ ദിവസത്തെ കാര്യം പറയുന്നത്. അതായത് പിന്നെ എ പി ഉസ്താദ് ഒന്നാമത് ചോദ്യം ഷിർക്കിൻ്റെ നിർവചനം എന്താണെന്ന്. അതിനോടൊപ്പം മൂപ്പർ അനുബന്ധമായി ചോദിക്കുന്നത് ദുആ ഇബാദത്താണെന്ന് വിഷയാവതരണത്തിൽ നിങ്ങൾ പറഞ്ഞു. എല്ലാ ദുആയും ഇബാദത്താണോ എന്നും രേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കണം. ഇതായിരുന്നു ഉസ്താദിൻ്റെ അനുബന്ധ ചോദ്യം. അതിന് അബ്ദുൽ ഖാദർ മൗലവിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുജാഹിദ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഷിർക്ക് എന്ന് പറഞ്ഞെന്നല്ലാതെ മറുപടി ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒന്നാം ദിവസത്തിൻ്റെ പകുതി അങ്ങനെ കഴിഞ്ഞു. ഇനി രണ്ടാം പകുതിയിൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ വിഷയം അവതരിപ്പിച്ചു. ഇസ്തിഗാസ എന്നാൽ സഹായ അഭ്യർത്ഥനയാണ്. അള്ളാഹു ബഹുമാനിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായം ചെയ്യുമെന്ന വിശ്വാസത്താൽ മുസ്ലിങ്ങൾ അവരോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്തിഗാസ. മൂസ മുസ്ലിയാർ അങ്ങനെയാണെന്ന് വിശദീകരിച്ച്. അതിനുശേഷം മുജാഹിദുകളുടെ ചോദ്യമായിരുന്നു. എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദ്യം മറുപടിക്ക് ഉസ്താദ് എ പി ഉസ്താദ് റെഡിയായി. എങ്ങനെയാണ് ആ എ പി അബ്ദുൽ ഖാദർ മൗലവിൻ്റെ ചോദ്യം ഉണ്ടായത്? അനുവദനീയം, അതായത് ഇസ്തിഗാസ അനുവദനീയം എന്ന് പറയുന്നത് പുണ്യമാണ് എന്ന അർത്ഥത്തിലാണോ എന്നായിരുന്നു ചോദ്യം. അനുവദനീയം എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്നാണ്. ഷിർക്കല്ലെന്ന് സമ്മതിച്ചാൽ പുണ്യകർമ്മമാണോ എന്ന് വിവരിക്കാമെന്ന് എ പി ഉസ്താദ് മറുപടി പറഞ്ഞു. എന്താ കറക്റ്റായ മറുപടി? അതായത് മൗലവിൻ്റെ ചോദ്യം എന്താണ്? ഇസ്തിഗാസ അനുവദനീയം എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ഈ അനുവദനീയം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യമാണ് എന്ന അർത്ഥത്തിലാണോ? ഉസ്താദിൻ്റെ മറുപടി അനുവദനീയം എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്നാണ് മൗലവി ഉദ്ദേശ്യം. ഷിർക്കല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പിന്നെ നമുക്ക് അത് പുണ്യകർമ്മമാണോ എന്ന് നമുക്ക് രണ്ടാമത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ അനുവദനീയമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ രണ്ടാം ദിവസം ആദ്യം സുന്നി പക്ഷത്തിൽ നിന്നുള്ള അതോ അന്നത്തെ വാദപ്രതിവാദം അങ്ങനെയാണ് കഴിഞ്ഞു. ഉസ്താദിൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങിയാർന്നു. മറുപടി ഉണ്ടായില്ല. ഷിർക്കിൻ്റെ നിർവചനം എന്ത്? ആ ചോദ്യം തന്നെയാണ്. അന്ന് പിരിഞ്ഞു. രണ്ടാം ദിവസത്തെ സുന്നി പക്ഷത്തിൽ നിന്ന് വിഷയം അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മർഹൂം എ പി ഉസ്താദായിരുന്നു. അഥവാ എ പി മുഹമ്മദ് മുസ്ലിയാർ, എ പി ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ ശിഷ്യനായ കാന്തപുരം മുദരിസ് ബഹുമാനപ്പെട്ട മൗലാന എ പി മുഹമ്മദ് കാന്തപുരം ഉസ്താദായിരുന്നു. എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന കാന്തപുരം ഉസ്താദായിരുന്നു സുന്നികൾക്ക് വേണ്ടി വിഷയം അവതരിപ്പിച്ചത്. ആ വിഷയാവതരണം എ പി ഉസ്താദിനെ പോലെ തന്നെയല്ലേ? കാഴ്ചയിലും ശബ്ദത്തിലും രൂപഭംഗിയിലൊക്കെ രണ്ടാളും ഒരുപോലെ തന്നെയാണ്. ആ അദ്ദേഹത്തിൻ്റെ ആ നല്ല കീറി മുറിച്ച വാക്ക് 1/2 മണിക്കൂർ ഒരു പെരുമഴയാണ് പെയ്ത് നിന്ന മാതിരി ഉണ്ടായത്. മൗലവി പക്ഷത്തിൽ നിന്ന് അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് ചോദ്യം. മുജാഹിദ് പക്ഷത്തിൽ അബ്ദുൽ ഖാദർ മദനിയാണ് ചോദിക്കുന്നത്. എന്താണ് ചോദ്യം? ആ ചോദ്യം എന്തു ചോദിച്ചാലും വ്യക്തമായി ഉസ്താദിൻ്റെ മറുപടി, എ പി ഉസ്താദിൻ്റെ മറുപടി. അങ്ങനെ 1.5 മണിക്കൂറിനുള്ളിൽ വെറും 2 ചോദ്യമാണ് മദനി ഉന്നയിച്ചത്. അത് അങ്ങനെ പാളപ്രസംഗം നടത്തി തന്നെ. ആ പാളപ്രസംഗം നിർത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദ്യം ചോദിക്കും. ആ ചോദ്യം വിഷയമായിട്ട് ഒത്തുകയല്ല.
ഉസ്താദ് അതിന് വ്യക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് സുന്നത്തി ജമാഅത്ത് ആ സദസ്സിലാണ് പഠിപ്പിക്കും. ഉത്തരം പറയാൻ ഉസ്താദിന് ഒരു സെക്കൻഡ് വേണം. ആ ഉത്തരം പറഞ്ഞ് ബാക്കി സെക്കൻഡുകൾ നന്നായി വിഷയം സമർത്ഥിക്കാൻ വേണ്ടി ഉസ്താദ് ഉപയോഗപ്പെടുത്തി. പിന്നീട് രണ്ടാം ദിവസം രണ്ടാം പകുതിയിൽ CP ഉമ്മർ സുല്ലമി അരമണിക്കൂർ വിഷയം അവതരിപ്പിച്ചു. AP ഉസ്താദിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ശരങ്ങളായി പോവുകയാണ്. ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം അവശേഷിക്കുന്നു മൗലവി, ശിർക്കിൻ്റെ നിർവചനം എന്താണ്? ആ ചോദ്യത്തിന് അന്നും മറുപടി ഉണ്ടായില്ല. അങ്ങനെ അന്നത്തെ ദിവസവും അങ്ങനെ അവസാനിപ്പിച്ചു. അല്ലാതെ മറുപടികളൊന്നും ഉണ്ടായില്ല. മൂന്നാമത്തെ ആദ്യ പകുതി മുമ്പത്തെ പോലെ അതായത് അരമണിക്കൂർ വിഷയാവതരണമാണല്ലോ. CP ഉമ്മർ സുല്ലമി നമ്മളാദ്യം ചെറിയ AP ഉസ്താദ് അരമണിക്കൂർ അതിൻ്റെ ഉത്തരവും കഴിഞ്ഞ് ചോദ്യം മൗലവി ചോദിച്ചു, ഉസ്താദ് മറുപടി പറഞ്ഞു. പിന്നത്തെ പാതിക്ക് അരമണിക്കൂർ പ്രസംഗിച്ചത് ഉമ്മർ സുല്ലമി തന്നെയാണ്. വേറെ ആരെയും പ്രസംഗിക്കാണ്ടായിരുന്നില്ല. CP ഉമ്മർ സുല്ലമിയുടെ അരമണിക്കൂർ വിഷയാവതരണം, AP ഉസ്താദിൻ്റെ ചോദ്യോത്തരം. അങ്ങനെ മുമ്പത്തെ പോലെ തന്നെ വഹാബികളെ തവസ്സുൽ സംബന്ധിച്ച വിഷയാവതരണവും AP ഉസ്താദിയുടെ ചോദ്യവും അങ്ങനെ തുടർന്നു. PK ബാക്കവി അണ്ടോണയുടെ പ്രസംഗമാണ് പിന്നെ നടന്നത്. അതിന് അബ്ദുൽ ഹമീദ് മദനി ആണ് ചോദിച്ചത്. AP ഉസ്താദ് ഉത്തരത്തിനായി എഴുന്നേൽക്കുന്നു. അതുപോലെ തന്നെ അവർ വിഷയം മാറിക്കൊണ്ട് കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരുടെ അന്ന് വിവാദമായിരുന്ന ഖുർആൻ പരിഭാഷയെപ്പറ്റി നമ്മളിൽ സ്പ്ലിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു. AP ഉസ്താദ് അത് വളരെ മനോഹരമായി മറുപടി പറഞ്ഞു. ആലിമീങ്ങൾ തമ്മിൽ ഖിലാഫുണ്ടാവൽ സ്വാഭാവികമാണ്. അതിനാണോ മൗലവി നമ്മളോട് ഒരുമിച്ച് കൂടിയത്? നിങ്ങൾ ഇസ്തിഗാസ കഴിഞ്ഞോ? നിങ്ങളെ തവസ്സുൽ കഴിഞ്ഞോ? എൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലേ? ഉത്തരം പറയണം മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ ആ ഗർജനം എന്തൊരു രസായിരുന്നു ഞങ്ങൾ പറഞ്ഞു. അത് കേട്ടിട്ട് ഇങ്ങനെ ആ സദസ്സിങ്ങനെ കോരിത്തിരിക്കുകയായിരുന്നു. മുജാഹിദീങ്ങൾ പോലും അവരും ഈ കോരിത്തെരിപ്പിൽ സുന്നിയോടൊപ്പമാണ്. കാരണം മൗലവിമാർ, പ്രത്യേകിച്ച് അബ്ദുൽ ഹമീദ് മദനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടലാണ്. അതേസമയത്ത് ഉത്തരമില്ലെങ്കിലും AP അബ്ദുൽ ഖാദർ മൗലവിൻ്റെ നീട്ടി വലിച്ചുള്ള മുസ്ലിയാരിപ്പോൾ പറഞ്ഞു വന്നത്, മുസ്ലിയാരിപ്പോൾ ഒഴിഞ്ഞുമാവുന്നത് എന്നൊക്കെ പറഞ്ഞ് സമയം കുറേ കവർന്നെടുക്കാൻ കഴിയുന്നത് കൊണ്ട് അയാൾ അത് അവന് ബോറായിരുന്നില്ല. മദനിൻ്റെത് അങ്ങനെയായിരുന്നില്ല. മദനിൻ്റെത് പിന്നെ വളരെ ബോറാണെന്ന് വഹാബികൾക്ക് പോലും അറിയാമായിരുന്നു. ഏതായാലും നിങ്ങൾ നോക്കൂ, അവിടെ അവരോട് ഒരു കാര്യം ഉസ്താദ് പിടിച്ചു വെച്ച് ഉസ്താദ് അവരോട് ഉത്തരം വാങ്ങി. ഷിർക്ക് എന്ന് പറഞ്ഞാൽ മൗലവി മുസ്ലിയാർ വലിയ കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സദസ്സിനെ തെറ്റിദ്ധരിക്കുകയാണല്ലോ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ മൗലവി മുസ്ലിയാരെ അള്ളാഹുവിൻ്റെ സിഫത്തിലോ അഫ്ആലിലോ പങ്കുകാരെ ചേർക്കലാണ് എന്നാണ് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അവിടെ ഇങ്ങോട്ട് പിടിച്ചു, ഒറ്റപ്പടി. അൽഹംദുലില്ലാ, എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ, നന്ദി മൗലവി. ഷിർക്കിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ അഫ്ആലിലോ പങ്കുകാരെ ചേർക്കലാണ് നിങ്ങൾ പറഞ്ഞല്ലോ മൗലവി. എന്നാൽ ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവേ നീ അഹദാൻ, നീ സമദാൻ. അള്ളാഹുവേ നീ സമദാനെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അള്ളാഹു നിരാശ്രയനാണ്. അള്ളാഹുവിൻ്റെ സഹായം എല്ലാ മഹ്ലൂക്കീങ്ങൾക്കും ആവശ്യമാണ്. എന്നാൽ ഒരു സൃഷ്ടിയുടെയും യാതൊരു സഹായവും അള്ളാഹുവിന് വേണ്ടതില്ല. അതാണ് സമദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ സുന്നികൾ അള്ളാഹു അഹദാൻ, അള്ളാഹു സമദാൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസത്തോടു കൂടെ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം. ബദരീങ്ങളെ ഹക്ക് കൊണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ജാഹു കൊണ്ട്, അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ സിദ്ദീഖീങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് ഞങ്ങൾ സുന്നികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മൗലവി അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ പെടുമോ, അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ പെടുമോ എന്ന ഈ ശരങ്ങൾ അങ്ങോട്ട് അവരെ ഹൃദയത്തിലേക്ക് തറച്ചപ്പോൾ മൗലവി പതറി മറുപടിയില്ലാതെ കുത്തിരുന്നു പോയി. ആ സമയത്ത് സദസ്സ് തക്ബീർ മുഴക്കി വലിയ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ മുജാഹിദീങ്ങൾ പതറിപ്പോയി. അവരെ രക്ഷിക്കണമെന്ന ഭാഗത്തായി AP ഉസ്താദ് പോലെ ആർക്കും ഇവിടെ സുരക്ഷയില്ലാതെയാവില്ല, ഒരു പ്രയാസവും ഇവിടെ ഇല്ല.
ഇവിടെ ദീനിൻ്റെ ശരിയായ വിഷയം അറിയാനുള്ള വാദപ്രതിവാദം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പാറ്റ തോറ്റമ്പിപ്പോയതുകൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിക്കാന്നല്ലേ നിങ്ങൾ പറയണേ, മൗലവിമാരെനിക്ക് മറുപടി ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈ ഒരു വിഷയം നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹാന്മാരോട് സഹായം തേടൽ അള്ളാഹുവിൻ്റെ ദാത്തിൽപ്പെട്ടതാണ്, സിഫാത്തിൽപ്പെട്ടതാണ് എന്ന്, ദാത്തിലും സിഫാത്തിലും പങ്കുകാരെ ചേർക്കലാണ് നിങ്ങൾ പറഞ്ഞല്ലോ മൗലവി. എത്ര നിരർത്ഥകമാണത്. അള്ളാഹു ആഹദാണ്, സമതാണെന്ന് വിശ്വസിക്കുന്ന സുന്നി ലോകം നീ കാക്കണേ മഹാന്മാരെ ഹക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലല്ലേ നീ ഞങ്ങളെ കാഫറാക്കുന്നത്. ഞങ്ങളുടെ അഭിമന്യ നേതാവ് മർഹൂം EK ഹസൻ മുസ്ലിയാർ വഫാത്താകുന്ന സമയത്ത് പോലും നീ ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തയച്ച എത്ര പാപ്പരത്തമാണ് മൗലവിമാരെ നിങ്ങൾ ചെയ്തത്. ഉസ്താദിൻ്റെ ആ പ്രഭാഷണം അവർ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. എന്നിട്ട് ഉസ്താദ് പറയാൻ ആ മഹാനായ EK ഹസൻ മുസ്ലിയാർ നിരപരാധി അല്ലേ, ഒരു ശിർക്കും ചെയ്യാതെ തൗഹീദ് മാത്രം പ്രചരിപ്പിച്ച ആ നല്ല പണ്ഡിതൻ വഫാത്താകുന്ന സമയത്ത് കാഫിറാക്കി ചിത്രീകരിച്ചില്ലേ ഇവന്മാർ. ആ ഹസൻ മുസ്ലിയാർക്ക് നമുക്കൊരു ഫാത്തിഹ ഓതി ദ്വാരക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തെയും ഈ മൗലവിമാർ പേടിച്ച് വിറച്ച് തെറ്റിദ്ധരിച്ച് അവർ പേടിച്ച് വിറച്ച് പിന്നെ ബേജാറായിരിക്കുമ്പം അവരതേ പേടിയോടുകൂടി ഇരുത്തിയിട്ട് അവിടെ വെച്ച് AP ഉസ്താദ് നല്ല ഒരു തവസ്സുൽ ഇസ്തിഗാസ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബയാൻ നടത്തിയിട്ട് പിരിയാം സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നേര് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളോടുകൂടെ വാദപ്രതിവാദം അവസാനിച്ചു. വളണ്ടിയർമാർ പോയി പിന്നെ ഈ മുജാഹിദീങ്ങൾ ആദ്യം അവരെ വാഹനം കയറ്റി അയച്ച ശേഷം മാത്രമാണ് നമ്മൾ സുന്നി പണ്ഡിതന്മാർ സ്റ്റേജിൽ നിന്ന് വിട്ടിറങ്ങിയത്. അതിൻ്റെ ശേഷം ഇന്ന് വരെ ഓരോ ഹാബിയും ഒരു സുന്നിയെയും വാദപ്രതിവാദത്തിന് വിളിച്ചിട്ടില്ല. പിന്നെയൊക്കെ നടന്നത് ചിലയിടങ്ങളിലെ പ്രാദേശികമായ നമ്മളെ പ്രവർത്തകന്മാർ അവരെന്ത് ചെയ്തു, ഇൻഡോർ പരിപാടികളായിട്ടൊക്കെ ചില പിന്നെ ഗണനപ്രസംഗം നടന്നു എന്നല്ലാതെ മുജാഹിദ് വിഭാഗം പിന്നൊരു വാദപ്രതിവാദത്തിനും വന്നിട്ടില്ല. അവരുടെ അവസാനത്തെ ആണിക്കൽ അവരുടെ ആത്മാവിനെ പോലും കുഴിച്ചു മൂടുന്ന ഒരു വാദപ്രതിവാദമായി കൊട്ടപ്പുറം സംവാദം എന്നത് പരക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. മഹാനായ സുൽത്താനുൽ ഉലമ ആ വാദപ്രതിവാദത്തോടുകൂടെ സുന്നത്തി ജമാഅത്തിന് ഉണ്ടാക്കി തീർത്ത ഇസ്സത്ത് ചെറുതല്ല. അതിനെ തുടർന്ന് പരിസരങ്ങളിൽ നിരവധി ആളുകൾ സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. ചില മഹല്ലുകൾ തന്നെ സുന്നത്തി ജമാഅത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ഈ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എക്കാലത്തെയും പ്രവർത്തകന്മാർക്ക് 100% ധൈര്യവും സമാധാനവും നൽകുന്ന ഒരു സംവാദമായിരുന്നു കൊട്ടപ്പുറം സംവാദം. അത് സംഘടിപ്പിച്ച ആളുകളിൽ പലരും മരണപ്പെട്ടുപോയി. അവിടെ വിഷയം അവതരിപ്പിച്ച നാട്ടിക മൂസ മുസ്ലിയാർ മരണപ്പെട്ടു, ചെറിയ AP ഉസ്താദ് മരണപ്പെട്ടുപോയി, അതുപോലെ അണ്ടോണ PKM ബാക്കവി മരണപ്പെട്ടുപോയി. എല്ലാവരുടെയും പാരത്രിക പദവി അള്ളാഹു ഉയർത്തട്ടെ. ഇന്നും ആ മഹാനായ നേതാവ് പൂപ്പുഞ്ചിരിയുമായി മർക്കസിൽ നോക്കൂ, നിങ്ങൾ ലോക ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ഇടപെടേണ്ട കാര്യം ഇടപെട്ടുകൊണ്ടും ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു. മാത്രമല്ല ഈ ഉസ്താദിന് ധൈര്യം നൽകിയ ഈ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പുണ്യ മനുഷ്യൻ അഹ്ലുസുന്നയുടെ അനിഷിദ്ധനായ അമരക്കാരൻ ഇന്നും നേതൃരംഗത്ത് സജീവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തട്ടെ. അവിടത്തേക്കുള്ള ആയുസ് അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ. അവിടത്തേക്ക് അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും വിഷയവുമായി തുടരാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.